അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരു വിശിഷ്ടമായിട്ടുള്ള സ്ഥലത്താണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി എല്ലാവർക്കും ഒരുപാട് കഥകൾ അറിയാം. പക്ഷേ ആ ഏടുകളിൽ ഏറ്റവും രഹസ്യമായതും എന്നാൽ ഭൈരവസ്വാമിയെ പറ്റി പറയുന്നൊരു പുസ്തകത്തിലാണ് ഈ ഒരു ഏട് വരുന്നത്. അതായത് എൻ്റെ പുറകിൽ കാണുന്നത് ശ്രീനാരായണ ഗുരുവും അതേപോലെ തന്നെ ബാലമുരുകനും രണ്ടുപേരും ഒന്നിച്ചിരുന്നതായി ഭൈരവസ്വാമി കണ്ട ഒരു പാറയാണ്. ഗുരുദേവൻ്റെ നിത്യ ധ്യാന കേന്ദ്രമായിരുന്നു ഈ മല എന്ന് പറയുന്നത്. ഈ വഴികളിലൂടെയായിരുന്നു ഭൈരവസ്വാമി കടന്നു വന്നത്. അപ്പോഴായിരുന്നു ആ പാറയിൽ, നമ്മളിവിടെ നിന്നും അവിടേക്ക് കാണുന്ന ആ പാറയിൽ ഗുരുദേവനും അതേപോലെ തന്നെ ഒരു ബാലനെയും അവിടെ കാണുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരു ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വചനത്തിൽ, എന്നാൽ ശ്രീനാരായണ ഗുരു ബാലമുരുകനുമായി ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നൊരു സാഹചര്യം വളരെ വിവാദമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആരായിരുന്നു ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു ആരെയാണ് കണ്ടത്? യഥാർത്ഥത്തിൽ ബാലമുരുകനാണോ? ഒരുപാട് സംശയങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമുക്ക് സാന്ദ്രാനന്ദ സ്വാമിയോട് തന്നെ ചോദിച്ചറിയാം. നമ്മളോടൊപ്പമുള്ളത് സാന്ദ്രാനന്ദ സ്വാമികളാണ്. സ്വാമി നമസ്തേ. നമസ്തേ സ്വാമി, ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. പക്ഷേ ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ അതിലേറ്റവും വിചിത്രമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ സാക്ഷ്യം വഹിക്കുന്ന ഈ പാറയാണ്. ഈ പാറയിലിരുന്നാണ് ശ്രീനാരായണ ഗുരു ഒരു ബാലനുമായി സംസാരിക്കുന്നത് നമ്മുടെ ശാന്തി സ്വാമികൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ അത് പിന്നീട് ചർച്ചയായത് അതൊരു ബാലമുരുകനായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് കണ്ടത്? അത് യഥാർത്ഥത്തിൽ മുരുകൻ തന്നെ ആയിരുന്നു? കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്താൻ പറ്റിയൊരു വിഷയമാണത്. ആധ്യാത്മികമായി നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു വേറൊരു തലമാണ്. ആ തലത്തെക്കുറിച്ച് മനസ്സിലാകാത്ത ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് അവരൊരു തലമാണ്. അത് നമ്മളൊരു ഭൗതിക തലം എന്ന് വേണമെങ്കിൽ പറയാം, ഉപരിപ്ലവമായിട്ടുള്ള ഒരു തലമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ വർഷം ശാസ്ത്രങ്ങൾ പഠിച്ചതിന് ശേഷം ആണ് ഗുരു മരുത്വാമലയിൽ തപസ്സിന് പോകുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ, അതായത് ഉപനിഷത്തിലും വേദങ്ങളിലും പറയുന്ന തത്വമസി എന്നുള്ള ആ ഒരു തത്വത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പുറകിലത്തെ ഒരു സംഭവം. നമ്മുടെ മഹർഷിമാരെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെറുതെ ആ ഒരു ശാസ്ത്രം പഠിച്ചിട്ട് അത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലല്ല. തത്വമസി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നമുക്കൊരു അനുഭവം ഉണ്ടാവണം. അതില്ല. അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരന് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കത് പറ്റില്ലെങ്കിൽ ഈ ഉപദേശം മാത്രം കാര്യമില്ല. അപ്പോൾ ഗുരുവും പറയുന്നുണ്ട്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. ഗുരുവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതായിരുന്നു. പക്ഷേ ഇത് ആരോടാണ് പറയുന്നത്? സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയാണ് ഭൂരിഭാഗം. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ഇടപഴകുമ്പോൾ അവരുടെ തലത്തിലേക്ക് ഗുരു ഇറങ്ങി വരണം. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മരുത്വാമലയിൽ പോയി തപസ് ചെയ്യാറ്, ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക്. അതിനുശേഷമാണ് ആ ഒരു ഉറപ്പ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണ്ടേ, അതാണ് ഉറപ്പെന്ന് പറയുന്നത്. അതൊരു വിശ്വാസമല്ല, അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല. അപ്പോൾ ആ ഒരു സാക്ഷാത്കാരം നേടിയതിന് ശേഷമാണ് ഗുരു അരുവിപ്പുറത്തേക്ക് വരുന്നത്. അരുവിപ്പുറത്ത് വരുന്നു. അരുവിയുടെ തീരത്തുള്ള ഗുഹയിലും അതേപോലെ ഇവിടെ ഈ മലയിലെ ഗുഹയിലുമൊക്കെ വീണ്ടും ഗുരു ധ്യാനം തുടർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ സാക്ഷാത്കാരം ലഭിച്ച ഒരാൾ പിന്നെ എന്തിനാണ് ഇത് തുടരണമെന്ന് നമുക്ക് വേണ്ടി ചോദിക്കാം.
അത് ഗുരുവിൻ്റെ കൃതിയിൽ തന്നെ അത് പറയുന്നുണ്ട്, ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ ഇരിക്കണമെന്ന്. അപ്പം നമ്മൾ ഇത് വീണ്ടും അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ ഈ മായ എന്ന് പറയുന്നത് വരും. അപ്പം നമ്മളത് ശരിക്കുള്ള അനലൈസേഷനിലൂടെ മാത്രമേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഗുരു ഇവിടെയും ചെയ്തത്. തന്നെയുമല്ല, തന്നെ പിന്തുടരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊരു മാതൃകയും കൂടി ആയിരിക്കും. അപ്പോൾ ഗുരു അവസാനം വരെ ധ്യാനം തുടർന്നിരുന്നു. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഗുരു എഴുന്നേൽക്കും, ഗുരു ധ്യാനം ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഈ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ അത് കാണാറില്ല, അതിനെക്കുറിച്ച് മിണ്ടാറില്ല. കാരണം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അവരത് ചെയ്തിരിക്കണം. അത് ചെയ്യാതെ പിന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേവതാലോകത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഇപ്പോൾ ബാലമുരുകനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഗുരുവിൻ്റെ തന്നെ ദൈവചിന്തനം എന്നുള്ളൊരു കൃതിയുണ്ട്, മലയാളത്തിലുള്ളതാണ്. അതിനകത്ത് ഗുരു ഈ സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് സാത്വികമായിട്ടുള്ള ദേവതകളും അല്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അദ്വൈതിയായ ഗുരു എന്തിന് ഇതൊക്കെ പറയുന്നു എന്നും വലിയ ചർച്ചയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം ഈ സാധാരണക്കാരൻ്റെ ഓരോരുത്തരുടെ തലത്തിലേക്ക് ഗുരു ഇറങ്ങി വരികയാണ്. തത്വചിന്താഗ്രഹൻ ഇത് സർവവും ഏകമായി ഗ്രഹിക്കും. ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗുരു താഴെ സാധാരണക്കാരോട് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ അക്ഷരം പഠിക്കുന്ന ഒരു സമയമുണ്ട്, നമ്മൾ അതിനുശേഷമാണ് വാക്കുകൾ കൂട്ടി വായിക്കുന്നത്, സെൻറ്റൻസ് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ PhD എടുത്തവൻ പറയാണ് അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്രയുള്ള ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അവൻ PhD എടുത്ത് ഇരിക്കുമ്പോഴും അവനും അക്ഷരങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്, അല്ലേ? അവൻ അക്ഷരമില്ലാതെ പറ്റില്ല, അവൻ വേറെ ഉയർന്ന തലത്തിലാണ്. പക്ഷേ ഈ നമ്മൾ വ്യവഹരിക്കണമെങ്കിലോ നമുക്കിതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അവൻ ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് ആ തലത്തിൽ ആ ദേവത പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഉപാസിച്ചിരുന്നത് ബാലമുരുകനെ ആയിരുന്നു. ബാലമുരുകനെയും ഉപാസിച്ചിട്ടുണ്ട്, ശിവനെ ഉപാസിച്ചിട്ടുണ്ട്, കൃഷ്ണനെ ഉപാസിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം ഇപ്പോൾ ഗുരു ചേവണ്ണൂർ പഠിക്കുന്ന കാലത്ത് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഗുരുവിൻ്റെ തന്നെ ഒരു ശ്രീകൃഷ്ണ ദർശനത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഒരു ചെറിയ ഒരു 4 വരി. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരുഭൂതമായി എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് അവിടെ വെച്ച് ഗുരുവിനുണ്ടായൊരു ദർശനമെന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത്. അപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റ് ഓടി, കൃഷ്ണൻ്റെ പുറകെ ഗുരു ഓടി, അപ്പോഴേ കൃഷ്ണൻ ആ കുളത്തിൽ ചാടി എന്നാണ് പറയുന്നത്. ഗുരു അവിടെ നിന്നു. അപ്പോൾ അതൊരു ഭാവമാണ്. അങ്ങനെ ഓരോ സമയത്തും ഓരോരുത്തരും, എത്ര വേദാന്തം പറയുന്ന ആളുകളും അതിനെ സാക്ഷാത്കരിച്ചവരും അതിൻ്റെ ആദ്യപടി നമ്മളൊരു ബേസിക് അക്ഷരം പഠിക്കുന്ന പോലെ ആ സമയങ്ങളിലൊക്കെ അവരത് അങ്ങനെ രീതിയിൽ ഉപാസന ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അപ്പോൾ ഇവിടെ ഗുരു മുരുകനെ കണ്ടു എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു ഉപാസനയുടെ ഭാഗമായിട്ടല്ല, അല്ലാതെ തന്നെ ഒരു സാന്നിധ്യം, ഒരു മുരുകനുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നിരിക്കാം. പലപ്പോഴും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ താഴെ ആറ്റുമണൽ ഒരു മണപ്പുറമുണ്ട്, അവിടെ ദേവതകൾ വന്ന് കൂടാറുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയാം മണപ്പുറത്ത് തന്നെ ദേവതകൾ വന്ന് കൂടാറുണ്ട്. അത് നമുക്ക് ഇതല്ല. ഇപ്പോൾ ഗുരുദേവൻ ഇവിടെയുള്ള സമയത്ത് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് പോകുന്നത് എന്ന് വേറെ ചിലർക്ക് സംശയം വന്നിട്ട് അവരും പുറകെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ദേവതകളുടെ ഇതൊക്കെ അവർക്കും കാണാൻ പറ്റി, അയാൾ ബോധം കെട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയില്ല, ഇങ്ങനെ ഒരു പറച്ചിലൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു ദേവതാ ലോകം ഉണ്ട് എന്നുള്ളത് ഗുരുദേവൻ്റെ ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം. തന്നെയല്ല, ഇന്നും ഉപാസകന്മാർക്ക് അതുണ്ട്. അപ്പോൾ നമ്മൾ അദ്വൈതത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹം എന്ന് പറയും. അപ്പോൾ മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. അപ്പോൾ ഒരു ഉപാസകൻ അവന് ആദ്യം ഈ നാമരൂപരഹിതമായിട്ടുള്ള ചൈതന്യത്തിൽ മനസ്സിനെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു ഉപാസന, ഒരു രൂപത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അത് കഴിയുമ്പോൾ നേതി ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നെഗറ്റ് ചെയ്യണം. അപ്പോൾ ആ തലത്തിൽ വരുമ്പോൾ ആ പ്യുവർ കോൺഷ്യസ്നെസ്, ഇത് ദൃശ്യമില്ലാത്തൊരു തലമാണ്. അതാണ് അദ്വൈതത്തിൻ്റെ ഒരു തലമെന്ന്. അപ്പോൾ നമുക്കത് ധ്യാനത്തിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ മൈൻഡ് ഇല്ലാതെ ആ പ്യുവർ കോൺഷ്യസ്നെസ് ആയിരിക്കുന്ന ഒരു തലമാണ്. അപ്പോൾ അവിടെ
അത് സുഖ സ്വരൂപം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ യോഗികളും അങ്ങനെയുള്ള ആളുകളൊക്കെ നിർവികൽപ്പ സമാധി എന്നൊക്കെ പറഞ്ഞത് ആ ഒരു തലമാണ്. അപ്പോൾ ഒരു അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം, ഗുരുവിനെ പോലെയുള്ള അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആ ഒരു തലത്തിലാണ്. പക്ഷെ നമ്മൾ വ്യവഹാരത്തിലേക്ക് നമ്മുടെ തലത്തിലേക്ക് അവർ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭൈരവസ്വാമിയാണ് ആ വഴി വരുന്ന സാഹചര്യത്തിലാണ് പറയിലിരിക്കുന്ന ഗുരുദേവനെയും ഒരു ബാലകനെയും കാണുന്നത്. യഥാർത്ഥത്തിൽ അത് മുരുകൻ തന്നെ ആയിരുന്നു എന്നത് ഒരു സംശയമാണ്. പക്ഷേ പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല, അത് അന്ന് ഭൈരവൻ സ്വാമി അത് പറഞ്ഞപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആരും ഇത് ചോദിച്ചിട്ടില്ല. ഗുരുവിൻ്റെ അടുത്ത് ഈ പറയുന്ന ആളുകൾ സംശയം ചോദിച്ചിട്ടില്ല. പിന്നീട് നമ്മളിത് സംശയം ചോദിക്കുന്ന ആരോട് ചോദിക്കാൻ പറ്റും? ഈ ഗുരുവും ഇന്ന് സശരീരനല്ല, ഭൈരവൻ സ്വാമികളും അല്ല. അപ്പോൾ രണ്ടുപേരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ബാക്കി നമ്മുടെ ഊഹമാണ്. പിന്നെ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുരുവിൻ്റെ ദൈവചിന്തനമാണ്. ദൈവചിന്തനം എന്നുള്ള കൃതിയിൽ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള ദേവതകളും അതുപോലെ മറ്റു ഇതെല്ലാം ഉണ്ട് എന്ന് ഗുരു ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുരുദേവന് മുരുകനുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ സാധനയിലൂടെ, അദ്ദേഹത്തിൻ്റെ തപശക്തിയിലൂടെ അദ്ദേഹം നേടിയെടുത്താകാം. പക്ഷേ ഭൈരവസ്വാമിക്ക് എങ്ങനെയാണത് കാണാൻ? ഭൈരവൻ സ്വാമി നല്ല സാധകനായിരുന്നു. ഭൈരവൻ സ്വാമിയെക്കുറിച്ച് പൊതുവെ മറ്റുള്ളവർക്ക് അത്ര അറിയില്ല. അദ്ദേഹം ഗുരുവിനെ കാണുന്ന സമയത്ത് പോലും അദ്ദേഹം അന്തർമുഖനായിരുന്നു. വക്കത്തുള്ള ആളായിരുന്നു, അന്തർമുഖനായിരുന്നു. ഗുരുവിനെ കണ്ടപ്പോഴാണ് ഗുരുവിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ സന്തത സഹചാരിയായിട്ട് എല്ലാ സേവകളും ചെയ്ത് നന്നായി സാധന ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭൈരവൻ സ്വാമികൾക്ക് ഗുരുവിൻ്റെ സമാധി സമയത്ത് അദ്ദേഹം അന്ന് ശിവഗിരിയിൽ പോയിട്ടില്ല, ഇവിടെയാണുള്ളത്. ഈ സമാധി വിവരം അദ്ദേഹം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റിയില്ല, അത്ര ദുഃഖം. അപ്പം അദ്ദേഹം വിചാരിച്ചു തന്നെ കാണപ്പെട്ട എല്ലാമായി ഗുരു പോയി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയാണ്, അങ്ങനൊരു വികാരമാണ് ഇതിന് വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഗുരുവിൻ്റെ ഒരു അശരീരി ഗുരുവിൻ്റെ മുറിയിൽ നിന്ന് കേട്ടെന്ന് പറഞ്ഞു. ഇത് അരിയപ്പുറത്ത് ഗുരു വിശ്രമിക്കുന്ന ആ മുറിയിൽ നിന്ന് ആ ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത്. അതിന് തൊട്ടടുത്താണ് ഭൈരവൻ സ്വാമിയുടെ റൂം. നാം എങ്ങും പോയിട്ടില്ലല്ലോ, നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഒരു അശരീരി അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ശിവേരിയിലേക്ക് പോകുന്നതും ഗുരുവിൻ്റെ ആ സമാധി ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഗുരുവിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു ശിഷ്യന്മാരെ നമുക്ക് വേറെ കാണാൻ പറ്റില്ല, അത്രയില്ല. കാരണം ഗുരു മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു കൊടുത്തിരിക്കും. ഒരമ്മ, ഉത്തമയായിട്ടൊരമ്മ മക്കൾ ചോദിക്കാതെ പലതും ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ആത്മബന്ധം, ഗുരുശിഷ്യ ബന്ധം അത്ര ആഴത്തിലുണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭൈരവൻ സ്വാമി അത് പറയുമ്പോൾ അത് നുണയല്ല, അദ്ദേഹത്തിൻ്റെ ഹാലൂസിനേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ആരും തന്നെ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചതായിട്ട് നമുക്ക് അറിയത്തില്ല. ഒന്ന് ഗുരുവിനോട് ചോദിക്കാനുള്ളൊരു ആംബിയറില്ല, ഭയമാണ്. പിന്നെ സാധാരണ ഭക്തന്മാരാണ്. അത് നമുക്കൊരു ദൗർഭാഗ്യമെന്ന് പറയാം. ഗുരു സശരീരനായിരുന്ന സമയത്ത് അദ്വൈത വേദാന്തത്തിൽ കൃത്യമായ ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം വരുത്തിയിട്ടുള്ള ആളുകൾ ഇല്ല. പലരും ശിഷ്യന്മാരും ഭക്തന്മാരും പറയുന്നുണ്ട്, അത് നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗുരു ഇന്ന് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ഗുരുവിൻ്റെ കൃതികൾ നമുക്ക് ആത്മോപദേശ ശതകമായാലും ദർശനമാലയായാലും എല്ലാം വളരെ പക്കയാണ്. അപ്പം അങ്ങനൊരു സംവാദമൊന്നും ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് ആരും അറിയപ്പെടാതെ പോയൊരു എഴുത്തുകാരൻ കൂടെയായിരുന്നു ഗുരുവിന്. എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു എഴുത്തുകാരൻ്റെ തലം അല്ലല്ലോ. ഈ ഏറ്റവും അപൂർവത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപനിഷത്തുകൾ, അതുപോലെ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. അപ്പോൾ ഈ ബ്രഹ്മസൂത്രം എഴുതിയിരിക്കുന്ന വ്യാസനാണ്. അതിനകത്ത് 555 സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ സൂത്രങ്ങളിലൂടെയും ഈ ജ്ഞാനത്തെ, വേദാന്തത്തെയാണ് അത് ഊന്നി പറയുന്നത്. ഉപനിഷത്തുകളിൽ പല സന്ദർഭങ്ങളിലും പല വാക്യങ്ങളും പറയുന്നത് ഇത് തന്നെയാണോ എന്നുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളാണ് അതിനകത്ത്. അത് വലിയ ആഴത്തിലുള്ള പഠനം നമുക്ക് ആവശ്യമുള്ളതാണ്. ആ കൃതി വ്യാസൻ രചിച്ചതിന് ശേഷം ആദിശങ്കരാചാര്യർ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, ഭാഷ്യം ഉപനിഷത്തുകൾക്കെല്ലാം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേദാന്തത്തിൽ ഈ ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഒക്കെ ഭാഷ്യം ശങ്കരാചാര്യർ കൊടുത്ത പോലെ വേറെ ആരും കൊടുത്തില്ല. പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷെ ശങ്കരാചാര്യർ അത്ര തപസ്യായിരുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ശങ്കരാചാര്യർ പോലും അതുപോലെ കൃതി എഴുതിയിട്ടില്ല.
ഗുരു എഴുതിയിട്ടുള്ളൂ, ശ്രീനാരായണ ഗുരുദേവനെ എഴുതിയിട്ടുള്ളൂ. അതേപോലെ വേദാന്ത സൂത്രം എന്ന് പറയും. അങ്ങനെ ഒരു കൃതി ഗുരു രചിച്ചതായിട്ട് ഈ ശ്രീനാരായണ സമൂഹത്തിൽ 1% ആൾക്കാർക്ക് അറിയത്തുള്ളൂ, 99 അറിയില്ല. ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് സംസ്കൃതത്തിലായിരുന്നു അദ്ദേഹം ഇതെല്ലാം രചിച്ചിരുന്നതെങ്കിൽ കുറേ കൂടെ ലോകം അറിയപ്പെടുന്ന സംസ്കൃതത്തിലാണല്ലോ ഈ കൃതി സംസ്കൃതത്തിലാണ്. ഗുരു എത്രയോ കൃതികൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിൽ എഴുതിയിട്ടുണ്ട്. 3 ഭാഷകളിൽ ഗുരു അദ്വിതീയനായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു കവി വേറെ ഇല്ല. നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും ശങ്കരന്റെ കൃതികളാണ് എല്ലാം വളരെ മഹത്വവൽക്കരിച്ച് നമ്മൾ എടുക്കുന്നത്. അതിനൊരു കാരണം സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജാതിയുടെ പേരിൽ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ജാതി ഒരു മതമൊക്കെ എല്ലാവരും പറയുമ്പോഴും മതേതരത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാം ഈ പറയുന്നവരുൾപ്പെടെ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ വക്താക്കളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ അറിയാം. ഞാൻ പല നേതാക്കന്മാരോടും ചോദിക്കാറുണ്ട്. ഞാനൊരിക്കൽ ശിവഗിരി തീർത്ഥാടനത്തിന് സ്വാഗതം പറഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ വേദിയിൽ ഞാൻ പറഞ്ഞു, ഈ ഗവൺമെൻറ് മതേതര ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഗുരുവിൻ്റെ ഈ ജാതി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അതിന് ഗുരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ ജാതി എഴുതരുത്, ഗുരു പറഞ്ഞതാണ്. ജാതി ഗുരുദേവൻ ഇതിനു മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ജാതി ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലെല്ലാം ജാതിയുണ്ട്, ആ ജാതി കോളം ഇല്ലാതെ വെക്കണം. ഇപ്പോൾ ഹിന്ദു എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ കുറേ 2-3 തലമുറ കഴിയുമ്പോൾ ഈ ജാതിയുടെ ഈ ഭ്രാന്ത് കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേദിയിൽ പറഞ്ഞു. അപ്പോൾ അവസാനം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, സാന്ദ്രായൻ സ്വാമി പറഞ്ഞ കാര്യം ഒന്ന് നോക്കട്ടെ എന്ന്. എന്തിനും നോക്കാനിരിക്കുന്നതിനാണ്? ഏത് ഗവൺമെൻറ് വരുമ്പോഴും അവർ സ്ഥാനാർത്ഥി, ഏത് പാർട്ടികളായാലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇവിടെ എവിടെയാണ് മതേതരത്വം എന്ന് പറയുന്നത്? അത് നമുക്ക് മനസ്സിലാകുന്ന, അതായത് പൊതുജനം കഴുതയാണെന്ന് പണ്ട് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പൊതുജനം ഇതൊന്നും അറിയുന്നില്ല. ഈ ഭരണം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്, അല്ലേ? എന്നിട്ട് മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകുന്നതും ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയക്കാരാണ്. കാരണം അത് ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഗുരു കൃത്യമായ നിർവചനം കൊടുത്തിട്ടുണ്ട് എന്താണ് ജാതി. അപ്പോൾ ആ രീതിയിൽ ഗുരുവിൻ്റെ നിർവചനം എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല? നമ്മൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ പോലും അങ്ങനെ തന്നെയാണ്. അതിനാരും വ്യത്യസ്തരല്ല. അപ്പോൾ ഗുരുവിനെ നമ്മളൊരു ജാതിയുടെ വക്താവായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് പിന്നെ അങ്ങനെ അങ്ങ് സീൽ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ശങ്കരാചാര്യർ ഇങ്ങനെ ഒരു ബ്രാഹ്മണ ഇതിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് മാത്രമേ ഇതെല്ലാം അറിയാവൂ എന്നൊരു ധാരണ സമൂഹത്തിൽ അടിച്ച് ഏൽപ്പിച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്താണ് ഗുരു പറഞ്ഞിട്ടുള്ളത്.